Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക്കാണ് പ്ലാസ്റ്റിക് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ്. സോ പ്ലാസ്റ്റിക് തിയറി യൂസ് ചെയ്ത് സ്ട്രക്ചേഴ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ പ്ലാസ്റ്റിക് അനാലിസിസിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇലാസ്റ്റിക് അനാലിസിസ് പറയാം. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ അനാലിസിസ് മെത്തേഡ്സും ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി. ഇലാസ്റ്റിക് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരുന്നു ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. സോ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ ആയാലും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ ആയാലും അനാലിസിസ് എല്ലാം നമ്മൾ ഇലാസ്റ്റിക് തിയറി അല്ലെങ്കിൽ ഹൂക്സ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരുന്നു. എല്ലാ അനാലിസിസിലും നമ്മൾ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് നമ്മുടെ ഹൂക്സ് ലോ. സോ ഹൂക്സ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരുന്നു ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. സോ ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി ഒരു മെറ്റീരിയൽ ഒരു സ്റ്റീൽ സ്ട്രക്ചറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. സോ ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അറ്റൈൻ ചെയ്യുന്നത് വരെ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സോ ഈ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ structure starts yielding. So B is the upper yield point and C is the lower yield point. അപ്പോൾ proportionality limit cross ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ structure yield ചെയ്ത് തുടങ്ങും. So B is the upper yield point and C is the lower yield point. Then ഈ lower yield point മുതൽ ultimate stress point വരെയുള്ള region-നെയാണ് നമ്മൾ strain hardening point എന്ന് പറയുന്നത്. Then ഈ ultimate stress point കഴിഞ്ഞും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ the structure will break. Okay, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ stress strain diagram for steel structure. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഇലാസ്റ്റിക് തിയറിയിലെ നമ്മുടെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിൽ ആകും. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് തിയറിയുടെ മെയിൻ അസംഷൻ എന്ന് പറഞ്ഞിരുന്നത് the structure fails if the stress at any point reaches the yield stress. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് yield stress എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആകും എന്നായിരുന്നു ഇലാസ്റ്റിക് തിയറിയുടെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത്. സോ ഈ അസംഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇതുവരെ അനാലിസിസ് ചെയ്ത് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് തിയറി ക്ലിയർ ആയോ? ബേസ്ഡ് ഓൺ ഹൂക്സ് ലോ. ഹൂക്സ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരുന്നു ഇലാസ്റ്റിക് അനാലിസിസ്. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ ആക്ച്വൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡാണ് പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് അനാലിസിസിലെ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിൽ ആകും എന്നായിരുന്നു ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ശരിക്കും ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രക്ചർ ബ്രേക്ക് ആവുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ബോഡി ഇലോങ്ങേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഇലോങ്ങേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിലും ആ സ്ട്രക്ചർ ഫെയിൽ ആകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് തിയറി ആണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അനാലിസിസ് ആണ് ഒരു സ്ട്രക്ചറിന്റെ ആക്ച്വൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ പ്ലാസ്റ്റിക് തിയറി gives an idea about the load carrying capacity of the structure, and the plastic theory is based on the concept that a structure will carry load till plastic hinges are formed at the sufficient points to cause collapse of the structure.
സോ പ്ലാസ്റ്റിക് തിയറി പറയുന്നത് ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആകുന്നത് അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്ട്രക്ചറിൽ ലോഡ് കൊടുക്കാം ഏതുവരെ? ടിൽ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആർ ഫോം. പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യുന്നത് വരെ നമുക്ക് ഒരു സ്ട്രക്ചറിൽ ലോഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ വിൽ കൊളാപ്സ്. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ എന്താ പറഞ്ഞേ? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞ് yield സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിൽ ആവും. പക്ഷെ പ്ലാസ്റ്റിക് അനാലിസിസിൽ എന്താ പറയുന്നത്? നമ്മള് പ്ലാസ്റ്റിക് അനാലിസിസിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്ട്രക്ചർ കൊളാപ്സ് ആകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നിടം വരെ നമുക്ക് സ്ട്രക്ചറിൽ ലോഡ് കൊടുക്കാം. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. A structure will carry load till plastic hinges are formed at sufficient points to cause collapse of the structure. Okay, അപ്പോൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നിടം വരെ നമുക്ക് ഒരു സ്ട്രക്ചറൽ ലോഡ് കൊടുക്കാം. പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞാണ് സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് അനാലിസിസ് നമുക്ക് ഒരു സ്ട്രക്ചറിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ, അതായത് ഇലാസ്റ്റിക് അനാലിസിസിലെ CD എന്ന പോർഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. സ്ട്രെയിൻ ഹാർഡനിങ് പോർഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. which means the load carrying capacity of the structure is actually a little more than what elastic theory predicts. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെയിൻ ഹാർഡനിങ് പോർഷനെ നെഗ്ലക്ട് ചെയ്ത് നമ്മുടെ plastic analysis le stress strain diagram will be a limit of proportionality reach ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ stress strain diagram എന്ന് പറയുന്നത് will be a straight horizontal line. Okay, അപ്പോൾ limit of proportionality attain ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ stress strain diagram എന്ന് പറയുന്നത് will be a straight line parallel to x axis. Okay, so ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്ലാസ്റ്റിക് അനാലിസിസിൽ സ്ട്രക്ചറിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് അനാലിസിസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയുടെ കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് അനാലിസിസിൽ ആണ്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസും പ്ലാസ്റ്റിക് അനാലിസിസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇലാസ്റ്റിക് അനാലിസിസ് ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി, പ്ലാസ്റ്റിക് അനാലിസിസ് ബേസ്ഡ് ഓൺ പ്ലാസ്റ്റിക് തിയറി. ഇലാസ്റ്റിക് അനാലിസിസിൽ yield സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിൽ ആകും. പ്ലാസ്റ്റിക് അനാലിസിസിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞാണ് സ്ട്രക്ചർ കൊളാപ്സ് ആകുന്നത്. ഇലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രക്ചറിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനേക്കാൾ കൂടുതലായിരിക്കും പ്ലാസ്റ്റിക് അനാലിസിസിലെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ സ്ട്രെയിൻ ഹാർഡനിങ് ഏരിയ നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസിൽ നെഗ്ലക്ട് ചെയ്യുന്നു. ദെൻ പ്ലാസ്റ്റിക് അനാലിസിസിൽ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം will be a straight line parallel to x-axis. Okay, so these are the differences between elastic analysis and plastic analysis. Okay. Then next comes the assumptions in plastic analysis. So അടുത്തിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് അനാലിസിസിലെ assumption. First point, the stress strain relationship is idealized to two straight lines. That is strain hardening effect is neglected. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇങ്ങനെയായിരുന്നു. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിലെ CD എന്ന പോർഷൻ ആണ് നമ്മുടെ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. ഈ CD എന്ന പോർഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് നമ്മുടെ ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ ഐഡിയലൈസ് ചെയ്യാണ് ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ്. Then second point, plane section before bending remains plane after bending. ഇത് നമ്മുടെ ഇലാസ്റ്റിക് അനാലിസിസിലെയും സെയിം അസംപ്ഷൻ തന്നെയാണ്. ബെൻഡിങ്ങിന് മുന്നേ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സെക്ഷൻ ആഫ്റ്റർ ബെൻഡിങ് ഓൾസോ റിമെയിൻസ് പ്ലെയിൻ.
that is shear deformation നമ്മൾ neglect ചെയ്യും. The next point, the relationship between compressive stress and compressive strain is same as that between tensile stress and tensile strain. അപ്പോൾ compressive stress and strain ആയിട്ടുള്ള same relationship തന്നെ ആയിരിക്കും tensile stress and strain തമ്മിലുള്ള relationship. The next point, whenever a fully plastic moment is attained at any cross section, a plastic hinge forms which can undergo rotation of any magnitude, but the bending moment remains constant at the fully plastic value. So, ഒരു particular point ല് plastic moment attain ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു plastic hinge form ചെയ്യും. അപ്പോൾ plastic hinge form ചെയ്ത് കഴിഞ്ഞാണ് structure collapse ആകുന്നതെന്ന് പറഞ്ഞു. So, ഒരു particular point ൽ fully plastic moment attain ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു plastic hinge form ചെയ്യും. plastic hinge ന് ഏത് direction ൽ വേണോ rotation possible ആണ്. പക്ഷേ ആ point ലെ bending moment remains the same. Okay. Rotation possible ആണെങ്കിൽ കൂടെ bending moment at that section remains the same. Then next, effect of axial load shear on fully plastic moment capacity of the section is neglected. So axial load shear, a plastic hinge le axial load shear എന്ന് പറയുന്നത് നമ്മൾ neglect ചെയ്യാണ്. The next point, the deflections in the structure are small enough for the equation of statical equilibrium to be same as those for the undeformed structures. So undeformed structures in the same static equilibrium equations തന്നെയാണ് നമ്മൾ plastic analysis ലും use ചെയ്യുന്നത്, since ആ structure ലെ deflections are very small. Okay. So ഇത്രയുമാണ് plastic analysis ലെ assumptions എന്ന് പറയുന്നത്. 6 points ഉണ്ട്. 6 points important ആണ്. By heart ചെയ്യുക. Theory question ആയിട്ട് ചോദിക്കാൻ chances ഉണ്ട്. Okay. So next നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് plastic analysis ൽ നമ്മൾ commonly കാണുന്ന കുറച്ച് terms അതിന്റെ definitions ആണ്. So already ഞാൻ plastic hinge, plastic moment capacity എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ എന്താണ് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. So first is plastic hinge. It is a section at which all the fibers have yielded and hence for any further load, rotation takes place at the section without resisting any additional load. So plastic hinge എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിലെ ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ചെയ്ത് കഴിഞ്ഞ് again നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ റൊട്ടേഷൻ പോസിബിൾ ആകും. ഓക്കെ, അപ്പോ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ചെയ്ത് കഴിഞ്ഞും നമ്മൾ ഫർദർ അവിടെ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ റൊട്ടേഷൻ പോസിബിൾ ആകുന്നുണ്ട്. സോ ആ സെക്ഷനെയാണ് നമ്മൾ plastic hinge എന്ന് പറയുന്നത്. According to plastic analysis, plastic hinge form ചെയ്ത് കഴിഞ്ഞാണ് structure collapse ആകുന്നത്. Okay, so plastic hinge clear ആയി എന്ന് വിശ്വസിക്കുന്നു. The next point is plastic moment capacity. The moment which makes all the fibers at that section to yield and thereby form a plastic hinge. So plastic moment capacity എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിലെ ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ചെയ്യാനായിട്ട് ആവശ്യമായ മൊമെന്റിനെയാണ് നമ്മൾ plastic moment capacity എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ plastic hinge ഫോം ചെയ്യുമ്പോൾ corresponding ആയിട്ട് ഡെവലപ്പ് ആകുന്ന മൊമെന്റിനെയാണ് നമ്മൾ plastic moment capacity എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ plastic moment capacity എന്ന് പറയുന്നത് plastic hinge ന് corresponding ആയിട്ട് ഫോം ചെയ്യുന്ന moment ആണ്. Then next is shape factor. Shape factor is the ratio of plastic moment capacity to yield moment. Plastic moment capacity യുടെയും yield moment ന്റെയും റേഷ്യോനെയാണ് നമ്മൾ shape factor എന്ന് പറയുന്നത്. Plastic moment capacity already ഞാൻ പറഞ്ഞു, ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ചെയ്യാനായിട്ട് ആവശ്യമായ മൊമെന്റിനെയാണ് നമ്മൾ plastic moment capacity എന്ന് പറയുന്നത്. ഇനി yield moment എന്ന് പറയുന്നത് the moment causing extreme fiber to yield. Extreme fiber
yield ചെയ്യാനായിട്ട് ആവശ്യമായ മൊമെന്റിനെയാണ് നമ്മൾ yield moment എന്ന് പറയുന്നത്. അതായത് externally ഉള്ള ഫൈബേഴ്സ് yield ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മൊമെന്റിനെയാണ് നമ്മൾ yield moment എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് yield ആവുന്നത് external fibers ആയിരിക്കും. external fibers yielding complete ചെയ്ത് കഴിഞ്ഞാണ് internal ഫൈബേഴ്സിലോട്ട് yielding വരുന്നത്. സോ അപ്പൊ എക്സ്ട്രീം ഫൈബർ yield ചെയ്യാനായിട്ട് ആവശ്യമായ മൊമെന്റിനെയാണ് നമ്മൾ yield moment എന്ന് പറയുന്നത്. Shape factor is denoted by S and S is equal to MP divided by My. So plastic momentനെ MP എന്നാണ് നമ്മൾ represent ചെയ്യുന്നത്, yield momentനെ My. So plastic momentന്റെയും yield momentന്റെയും ratio ആണ് shape factor. Shape factor is denoted by S. Okay. ഇനി shape factor എന്ന് പറയുന്നത് always greater than unity ആയിരിക്കും. Shape factor is always greater than unity. അതിനുള്ള കാരണം എന്ന് പറയുന്നത് plastic moment capacity ആയിരിക്കും yield momentനേക്കാൾ കൂടുതൽ. Okay. അപ്പോ plastic moment capacity yield momentനേക്കാൾ കൂടുതൽ ആയതുകൊണ്ട് shape factor is always greater than unity. Then shape factor എന്ന് പറയുന്നത് it is the property of a section which depends only upon the geometry of the cross section. അപ്പോൾ shape factor എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടി ആണ്. അപ്പോ which depends only on the geometry of the cross section. ഒരു സ്ട്രക്ചറിന്റെ സെക്ഷണൽ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. Then നമുക്കറിയാം according to bending equation m by I is equal to f by y, where m is the bending moment, I is the moment of inertia, f is the stress or the yield stress, and y distance from neutral axis. Centroid മുതൽ neutral axis വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനിൽ നിന്നും m is equal to f by y into I, then I by y is known as section modulus Z. So m is equal to f into Z. So moment എന്ന് പറയുന്നത് stress into section modulus ആണ്. അങ്ങനെയാണെങ്കിൽ mp is equal to fy into Zt. That is yield stress into plastic section modulus. Similarly, my is equal to fy into Z. My yield moment is equal to yield stress into section modulus Z. So S is equal to mp by my എന്ന് നമുക്ക് എഴുതാം, or zp by z. Then z is equal to I by y. Section modulus z is equal to I by y. Then plastic moment capacity mp determine ചെയ്യാനുള്ള formula fy into ac into y1 plus fy into a2 into y2, where fy you all know yield stress, ac stress diagrammത്തിന്റെ compression regionലെ area ആണ് ac എന്ന് പറയുന്നത്. Then at is the area of tension region in stress diagram. Stress diagramത്തിലെ tension regionലെ area ആണ് at എന്ന് പറയുന്നത്. Then y1 എന്ന് പറയുന്നത് compression regionന്റെ centroid മുതൽ plastic neutral axis വരെയുള്ള distance. Also y2 എന്ന് പറയുന്നത് tension regionന്റെ centroid മുതൽ plastic neutral axis വരെയുള്ള distance. Then section modulus-ലെ z is equal to I by y എന്ന് പറയുമ്പോൾ അതിലെ I moment of inertia, y എന്ന് പറയുന്നത് plastic neutral axis-ഉം centroid ആയിട്ടുള്ള distance ആണ് y. ഈ y1 y2 എന്ന് പറയുന്നത് stress diagram plastic stress diagramത്തിലെ compression and tension regions-ലെ centroid മുതൽ plastic neutral axis വരെയുള്ള distance ആണ് y1 and y2. Okay. അപ്പൊ അത് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് പ്ലാസ്റ്റിക് അനാലിസിസിൽ നിങ്ങൾ ആദ്യമേ അറിയേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഷേപ്പ് ഫാക്ടർ, ഓരോ ജോമെട്രിക് ഫിഗേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഷേപ്പ് ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രെസ് ഡയഗ്രം ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ്. പ്ലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ഒരു ജോമെട്രിക് ഫിഗറിന്റെ, ഒരു ബീമിന്റെ അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ സ്ട്രെസ് ഡയഗ്രം എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So consider stresses across the highly stressed section of a simply supported beam with gradually increasing load. So ഈ figure A കാണിച്ചിരിക്കുന്നത് ഒരു simply supported beam ആണ് which is subjected to a gradually increasing load. ഈ ബീമിൽ gradually നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാൻ ഒരു highly stressed ആയിട്ടുള്ള ബീം ആണ്. ഈ ബീമിന്റെ സ്ട്രെസ് ഡയഗ്രാം എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വേരിയസ് സ്ട്രെസ് ഡയഗ്രാംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ലോഡിംഗ് സ്റ്റേജസിന്റെ വേരിയസ് സ്ട്രെസ് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഫിഗർ ബി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നിങ്ങൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ കണ്ടിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ്. With an elastic limit, stress is directly proportional to strain and the maximum stress is the yield stress. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് yield സ്ട്രെസ് ആയിരിക്കും. സോ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. സോ ഫിഗർ ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിലുള്ള സ്ട്രക്ചറിന്റെ സ്ട്രെസ് ഡയഗ്രാം ആണ്. ഓക്കെ, ദെൻ ഫിഗർ സി എന്ന് പറയുന്നത് yield സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് again നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ external fibers will first reach the yield stress. So figure C എന്ന് പറയുന്നത് നമ്മൾ yield stress attain ചെയ്ത് കഴിഞ്ഞ് again നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷനിലെ external fibers yield stress attain ചെയ്യും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് ഫിഗർ സി. ഓക്കെ, സോ നമ്മുടെ എക്സ്റ്റേണൽ ഫൈബേഴ്സ് yield ചെയ്ത് തുടങ്ങുമ്പോൾ again അതിന് കുറച്ചുകൂടെ ലോഡ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവൻ ദോ നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടി ദ സ്ട്രക്ചർ ഹാസ് അഡീഷണൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, സോ ഫർദർ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഫൈബേഴ്സ് എല്ലാം yielding കംപ്ലീറ്റ് ചെയ്ത് ഇന്റേണൽ ഫൈബേഴ്സ് yielding സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ടിൽ അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ ഇന്റേണൽ ഫൈബേഴ്സ് yield ചെയ്യുന്നതിനെയാണ് ഫിഗർ ഡി സ്ട്രെസ് ഡയഗ്രാം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫൈബേഴ്സ് yield ചെയ്ത് കഴിഞ്ഞു, ഇന്റേണൽ ഫൈബേഴ്സ് കണ്ടിന്യൂ ടു yield. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് ഫിഗർ ഡി കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഫിഗർ ഇ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഓൾ ഫൈബേഴ്സ് അറ്റ് ദി സെക്ഷൻ yield, എല്ലാ ഫൈബേഴ്സും yield ചെയ്ത് കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് ഫിഗർ ഇ. ഓക്കെ, അപ്പോൾ എല്ലാ പോയിന്റ്സും ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ചെയ്ത് കഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് ഫിഗർ ഇ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഫൈബേഴ്സും yield ചെയ്ത് കഴിയുമ്പോഴും മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? yield സ്ട്രെസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചറിൽ ഫസ്റ്റ് yield ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫൈബേഴ്സ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫൈബേഴ്സ് yield സ്ട്രെസ് മാക്സിമം yield സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇന്റേണൽ ഫൈബേഴ്സ് ലോഡ് എടുക്കും. സോ ഇന്റേണൽ ഫൈബേഴ്സ് മാക്സിമം yield സ്ട്രെസ് എത്തുമ്പോഴാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. സോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞാണ് സ്ട്രക്ചർ കൊളാപ്സ് ആകുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ ക്യാരി ചെയ്യുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് yield സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് yield സ്ട്രെസ് ആയിരിക്കും. സോ എല്ലാ ഫൈബേഴ്സും ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് ഫിഗർ ഇ. സോ ദിസ് ഇസ് ദ സ്ട്രെസ് ഡയഗ്രാം ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ്. സോ ഫിഗർ ഇ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിക് അനാലിസിസിൽ ഏതൊരു സെക്ഷന്റെയും സ്ട്രെസ് ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. നമ്മുടെ ഇലാസ്റ്റിക് അനാലിസിസിൽ നിങ്ങൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഫിഗർ ബി ആയിരുന്നു പ്ലോട്ട് ചെയ്തിരുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക് അനാലിസിസ് വരുമ്പോൾ എല്ലാ സ്ട്രെസ് ഡയഗ്രവും ഫിഗർ ഇ ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ ഇ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി നമ്മൾ വേരിയസ് ജോമെട്രിക് ഫിഗേഴ്സിന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രെസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്ലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് ഡയഗ്രാം ഫിഗർ ഇ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. സോ ഫസ്റ്റ് ഒരു റെക്ടാംഗുലർ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ റെക്ടാംഗുലർ സെക്ഷന്റെ വിഡ്ത് ബി ആണ്, ഡെപ്ത് ബി ആണ്. സോ ഞാൻ ഇവിടെ ഒരു റെക്ടാംഗുലർ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഹാവിംഗ് വിഡ്ത് ബി ആൻഡ് ഡെപ്ത് ബി. സോ ഈ റെക്ടാംഗുലർ സെക്ഷന്റെ സ്ട്രെസ് ഡയഗ്രാം ഇലാസ്റ്റിക് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയഗ്രാം ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. റെക്ടാംഗുലർ സെക്ഷന്റെ സ്ട്രെസ് ഡയഗ്രാം ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി ആൻഡ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സ്ട്രെസ് ഡയഗ്രാം ബേസ്ഡ് ഓൺ പ്ലാസ്റ്റിക് അനാലിസിസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം ആണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ റെക്ടാംഗുലർ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം yield മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ yield മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല Fy into Z. സോ Fy കോമൺ ആണ്, കാരണം yield മൊമെന്റിലും പ്ലാസ്റ്റിക് മൊമെന്റിലും Fy വരുന്നുണ്ട്. സോ അത് ഒന്ന് മാറ്റി നിർത്തുക. സോ ഫസ്റ്റ് നമുക്ക് സെക്ഷൻ മോഡുലസ് Z കമ്പ്യൂട്ട് ചെയ്യാം. Z കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല I by Y ആണ്. I റെക്ടാംഗുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് BD ക്യൂബ് by 12. Then Y എന്ന് പറയുന്നത് സെൻട്രോയിഡ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. റെക്ടാംഗുലർ സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് D by 2. So section modulus Z is BD square by 6. So section modulus കിട്ടിക്കഴിഞ്ഞാൽ My is Fy into BD square by 6. So നമുക്ക് yield moment കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൊമെന്റ് കമ്പ്യൂട്ട് ചെയ്യാം. So plastic moment compute ചെയ്യാനുള്ള ഫോർമുല MP is equal to Fy into AC into Y1 plus Fy into A2 into Y2. So AC and AT എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് ഡയഗ്രാം ആണ്. AC AT. AC എന്ന് പറയുന്നത് കംപ്രഷൻ റീജിയനിലെ ഏരിയ, AT എന്ന് പറയുന്നത് ടെൻഷൻ റീജിയനിലെ ഏരിയ. രണ്ടിടത്തെയും ഏരിയ ട്രയാങ്കിൾ ആണ്, സോറി റെക്ടാങ്കിൾ ആണ്. സോ AC is equal to AT എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയുടെ പകുതിയായിരിക്കും. ടോട്ടൽ ഏരിയ റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയയുടെ പകുതിയായിരിക്കും. സോ ടോട്ടൽ ഏരിയ ഇസ് BD. സോ AC is equal to AT is equal to BD by 2. So then next Y1 compute ചെയ്യാം. So AC AT A by 2 ആണ് നമുക്ക് കിട്ടി. So MP is equal to Fy into A by 2 into Y1 plus Y2. Then Y1 Y2 എന്ന് പറയുന്നത് റെക്ടാംഗുലർ സെക്ഷന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതായത് ഫിഗർ ശ്രദ്ധിക്കുക. കംപ്രഷൻ റീജിയനിലെ സെൻട്രോയിഡ് മുതൽ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. റെക്ടാംഗുലർ സെൻട്രോയിഡ് ഇസ് D by 2. സോ ഇവിടുത്തെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് കംപ്രഷൻ ഏരിയയുടെ ഡെപ്ത് D by 2 ആണ്. So D by 2 by 2 D by 4. So Y1 is D by 4. Also Y2 is also D by 2. Okay, appo Y1 Y2 കിട്ടി. Value substitute ചെയ്യുക, simplify ചെയ്യുക. You will get MP is equal to Fy into BD square by 4. So MP and My കിട്ടിക്കഴിഞ്ഞാൽ then S is equal to MP by My. MP My value substitute ചെയ്യുക. You will get shape factor for a rectangular section as 1.5, which is greater than 1. Okay, അപ്പൊ ഇങ്ങനെയാണ് റെക്ടാംഗുലർ സെക്ഷന്റെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏത് സ്ട്രക്ചറിന്റെ ഷേപ്പ് ഫാക്ടർ ആയാലും ഫസ്റ്റ് yield moment കാൽക്കുലേറ്റ് ചെയ്യുക. My is equal to Fy into Z. Then plastic moment കാൽക്കുലേറ്റ് ചെയ്യുക. MP is equal to Fy into AC into Y1 plus Fy into AT into Y2. Okay. Then next, shape factor for circular section. Circular section of diameter D. D diameter ഉള്ള circular sectionന്റെ shape factor compute ചെയ്യാം. So ഞാൻ ഇവിടെ circular section വരച്ചിട്ടുണ്ട്. Circular sectionന്റെ stress diagram, plastic analysisലെ stress diagram വരച്ചിട്ടുണ്ട്.
So first നമുക്ക് yield moment compute ചെയ്യാം. Yield moment compute ചെയ്യാനുള്ള formula my is equal to fy into z. Then z compute ചെയ്യാം I by y. For a circular section, I is pi d raised to 4 by 64 and y is d by 2. So value substitute you will get section modulus as pi d cube by 32. Then my is equal to fy into pi d cube by 32. Then mp is equal to fy into ac into y1 plus fy into at into y2. Then ac is equal to at is equal to a by 2, which is equal to pi d square by 8. Then y1 is equal to y2 is equal to നമുക്കറിയാം for a circular section ന്റെ centroid മുതൽ plastic neutral axis വരെയുള്ള distance എന്ന് പറയുന്നത് 4r by 3 pi ആണ്. r ന് പകരം d by 2 substitute ചെയ്യുക. So you will get y1 is equal to y2 is equal to 2d by 3 pi. Then mp is equal to fy into a by 2 into y1 plus y2. Value substitute here, simplify here, you will get mp is equal to fy into d cube by 3. Sorry, d cube by 6. Then shape factor s is equal to mp by my. mp the value, my the value substitute here, simplify here, you will get shape factor for a circular section of diameter d as 1.698. Okay, for രണ്ട് simple geometric figures in the shape factor compute ചെയ്യേണ്ടത് എങ്ങനെ എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് പ്രോബ്ലംസും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഷേപ്പ് ഫാക്ടറിലെ കൂടുതൽ പ്രോബ്ലംസ് വരുന്ന വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.